പരിപാടിക്ക് പോകുന്ന സമയമാണ്. മന്ത്രിസഭാ യോഗം നടക്കുന്നു എന്നുള്ളതുണ്ട്. ഇതിനിടെയാണ് മുഖ്യമന്ത്രി ഈ സമയം അനുവദിച്ചിട്ടുള്ളത് എങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ സർക്കാരും അഭിസംബോധന ചെയ്യുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള സിനിമാ സംഘടനകളുടെ അല്ലെങ്കിൽ വനിതാ സംഘടനകളുടെ ഈ കൂടിക്കാഴ്ച, വനിതാ സംഘടനയുടെ കൂടിക്കാഴ്ച എത്രത്തോളം പ്രധാനപ്പെട്ടതായി നമുക്ക് നിരീക്ഷിക്കേണ്ടി വരും? അഭിലാഷ്, നമുക്കറിയാം ഈ WCCയുടെ പ്രസക്തി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്തി നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് മലയാള സിനിമയിലെ ഒരുപാട് താരങ്ങളുടെ അവരുടെ മുഖം അഴിഞ്ഞു വീഴുന്ന ഒരു ഘട്ടത്തിലേക്ക് WCC എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ WCCയെ പ്രശംസിച്ച് എല്ലാ മേഖലകളിൽ നിന്നും, അതും മലയാളത്തിൽ നിന്നും മാത്രമല്ല മറ്റ് ഭാഷകളിൽ നിന്നുള്ള നിരവധി താരങ്ങൾ WCCയെ ആശംസകൾ അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകീർത്തിച്ചുകൊണ്ട് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ WCCയുടെ പ്രസക്തി അതെത്രമാത്രമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് ഈ WCCയുടെ പോരാട്ടം. വർഷങ്ങൾക്കിപ്പുറവും അവർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ നിലപാട്, അവരുടെ ആവശ്യങ്ങൾ ഇതെല്ലാം എത്രമാത്രം പ്രസക്തമാണ്, എത്രമാത്രം ആവശ്യമാണെന്ന് ഇപ്പോഴും തെളിയിക്കുകയാണ്. എന്തായാലും WCC മുഖ്യമന്ത്രിയെ കാണുന്നു. ഈ ഒരു ഘട്ടത്തിൽ അവർ കാണുമ്പോൾ പ്രധാനമായി പറയുന്നത്, ഇതിനു മുൻപ് WCC അവരുടെ ഫേസ്ബുക്കിലൂടെ ഒരു പരമ്പര അത് ആസൂത്രണം ചെയ്തിരുന്നു. ആ പരമ്പര അവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സിനിമയിൽ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമാണ്. അതിന് എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ സിനിമയിൽ ഒരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാം എന്ന് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു WCCയുടെ ഒരു പരമ്പരയായിരുന്നു അവർ ഇടാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ആദ്യഘട്ടത്തിൽ ഇവർ പറയുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ സിനിമാ സെറ്റുകളിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനം, ആക്രമണങ്ങൾ ഇതെല്ലാം ഏതൊക്കെ രീതിയിൽ തടയാൻ കഴിയും, ഇതിന് ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ചുള്ള ഒരു കുറിപ്പായിരുന്നു ഇവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. അങ്ങനെ സിനിമാ മേഖലയിൽ അത് ലഹരി ഉപയോഗങ്ങളായിക്കോട്ടെ, സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, വേതനത്തിന്റെ വ്യത്യാസമായിക്കോട്ടെ, ആഹാരം കൊടുക്കുന്നതിലെ വ്യത്യാസമായിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ ഇടങ്ങളിലുമുള്ള സ്ത്രീകൾക്ക് അവർക്ക് തുല്യമായി പുരുഷന്മാരോടൊപ്പം തന്നെ നിന്ന് സമാധാനത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ളൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നിർദ്ദേശം നടപ്പാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് WCC ഒരു ഫേസ്ബുക്ക് പരമ്പര ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഈ നിർദ്ദേശങ്ങൾ അടക്കം മുഖ്യമന്ത്രിയെ ബോധിപ്പിക്കാൻ തന്നെയായിരിക്കും WCC അംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അതിലെ ആരോപണ വിധേയരെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം, പോക്സോ കേസ് അടക്കമുണ്ടെന്ന് ഇന്നലെ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ ഈ പരാതിക്കാർക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടി, ഒപ്പം ഈ അതിജീവിതകൾ അല്ലെങ്കിൽ ഈ പരാതിക്കാരികൾ ഇപ്പോഴും പുറത്തു വരാൻ ഭയപ്പെടുന്നവർ, ഇവരെയൊക്കെ സർക്കാർ ഒപ്പം കൂട്ടി ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് WCC ഇന്ന് മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയിരിക്കുന്നത്. ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം അല്ലെങ്കിൽ WCCയുടെ അടുത്ത നിലപാട് എന്താണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. എന്ത് നിലപാടാണ് ഇവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സ്വീകരിക്കുക എന്നുള്ളത് ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇവർ കാണുമ്പോൾ ഇനി സിനിമാ മേഖലയിൽ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് അവരുടെ ഒരു നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കാനായിരിക്കും ഇവരെ മുഖ്യമന്ത്രിയെ കാണാൻ ഈ WCC അംഗങ്ങൾ എത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ AMMയിലെ തന്നെ ഈ സംഘടനയിലെ തന്നെ വലിയ രീതിയിലുള്ള കൂട്ടപ്പിരിച്ചുവിടലും രാജിയും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതിനെതിരെ ഒക്കെ ഇറിബാക്കല്ലെങ്കിൽ അടക്കം പാർവതി അടക്കമുള്ള WCC അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം ഇപ്പോഴും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഏതൊക്കെ വിധത്തിൽ തങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ പറയാനോ സംഘടനയിലെ അംഗങ്ങൾ ആരും തന്നെ ഇപ്പോഴും രംഗത്തെത്തിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കോൺക്ലേവ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ അതിൽ ആരെയൊക്കെ പങ്കെടുപ്പിക്കണം, മറ്റൊന്ന് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള അതിന്റെ ഉദ്ദേശം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു കോൺക്ലേവ് തന്നെയായിരിക്കണം സംഘടിപ്പിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും WCC അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കുക. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും
അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാകുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് WCCയിലെ അംഗങ്ങൾ. എങ്കിൽ പോലും ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയതിനു ശേഷം അത് പുറത്തുവിടാൻ അല്ലെങ്കിൽ അതിലൊരു നിയമ നടപടി പോലും സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ തയ്യാറായില്ല എന്നുള്ളത് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു ഭാഗമാണ്. എങ്കിൽ പോലും WCCയിലെ അംഗങ്ങൾ സർക്കാരിലും മുഖ്യമന്ത്രിയിലും വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനും അവരുടെ ആശങ്കകളും അവരുടെ നിർദ്ദേശങ്ങളും പങ്കുവെക്കാനും എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ നടി റിമ കല്ലിങ്കൽക്കെതിരായിട്ടുള്ള ഒരു പരാതിയും അല്ലെങ്കിൽ ഒരു ആരോപണവും ഇതിനിടയിലൊക്കെ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതും മുഖ്യമന്ത്രിക്ക് മുന്നിൽ സൂചിപ്പിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും WCC അംഗങ്ങളുടെ ഈ ഒരു കൂടിക്കാഴ്ച, മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അതേറെ നിർണായകമാണ്. ഇതിനു മുൻപ് അവർ മുഖ്യമന്ത്രിയെ കണ്ടത് നമുക്ക് കൃത്യമായി അറിയാം. ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിലേക്ക് അടക്കം എത്തിയത് പിന്നീട് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ WCC നിരന്തരം മുഖ്യമന്ത്രിയെ സമീപിക്കുകയും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അവർ മുഖ്യമന്ത്രിയോട് കൃത്യമായി ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കൂടിക്കാഴ്ച അതേറെ നിർണായകമാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇവർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മുഖ്യമന്ത്രിയോട് ഇവർ സംസാരിക്കുക എന്നുള്ളത് നമുക്ക് എന്തായാലും ഇവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച തന്നെയാണ്. മുഖ്യമന്ത്രിയുമായി WCC അംഗങ്ങൾ ചർച്ച നടത്തുന്നു എന്നത്, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച ഏറെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. സിനിമാ മേഖലയിലെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്ന് വിലയിരുത്തുമ്പോൾ തന്നെയാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ